25, 24, 23, 22, 21, 20. ഹായ്, നമസ്കാരം. ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കക്കുരു എണ്ണുന്നതിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എപ്പോഴും ചക്കക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ എന്നോട് ചോദിച്ചു ജർമ്മനിയിൽ ചക്ക വാങ്ങാൻ കിട്ടുമോ എന്ന്. പച്ച ചക്ക വാങ്ങാൻ കിട്ടുന്നതായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ പഴുത്ത ചക്ക ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒരു സീസണിൽ മാത്രമല്ല കേട്ടോ, 12 മാസവും ഞങ്ങൾക്കിവിടെ ചക്കപ്പഴം അവൈലബിൾ ആണ്. അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ചക്കപ്പഴമല്ല, മറ്റേതോ രാജ്യത്തിൽ നിന്ന് വരുന്ന ചക്കപ്പഴമാണെന്ന് തോന്നുന്നു. പക്ഷേ രുചികരമായ ചക്കപ്പഴം തന്നെയാണ്. ചിലപ്പോഴൊക്കെ രുചികരമല്ലാത്ത ചക്കപ്പഴവും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ 1 കിലോ ചക്കപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ പറയാം. എന്തായാലും നമുക്കിതൊന്ന് ആദ്യം കണ്ടിച്ച് നോക്കാം അല്ലേ, എത്രത്തോളം ചക്കപ്പഴം അതിനകത്തുണ്ട് എന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോഴേ കണ്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം ചക്കച്ചുളയൊന്നും കാണത്തില്ലേ, ചവിണിയും മടലും ഒക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അത് നമുക്ക് വലിയ നഷ്ടം വരാറുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും പോകുമ്പോൾ വാങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബെർലിനിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചക്കപ്പഴം വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി. ഞാൻ ആ ഷോപ്പിൻ്റെ പേര് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലുള്ളവർക്ക് പിന്നെ ഇവിടുത്തെ ഷോപ്പിൻ്റെ പേരൊന്നും അറിയാൻ താല്പര്യം ഉണ്ടാകത്തില്ലല്ലോ. ചക്കപ്പഴം കണ്ടിട്ട് കൊതി വന്നിട്ടാകാം പറയുന്ന വാക്കുകളൊന്നും വ്യക്തമാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യത്തിന് ചക്കച്ചുള ഉള്ള ഒരു ചക്ക തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൈസ എന്തായാലും പാഴിപ്പോയിട്ടില്ല. എന്തായാലും ആദ്യം ഒരു ചക്കച്ചുള കഴിച്ചിട്ടാകാം ബാക്കിയുള്ള സംസാരം അല്ലേ. ചക്കച്ചുള എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് എണ്ണി നോക്കി, 25 ചക്കച്ചുളയാണുള്ളത്. അപ്പോൾ ഈ 25 ചക്കച്ചുളയ്ക്ക് 7 യൂറോയാണ്. അതായത് നാട്ടിൽ 630 രൂപയാണ് ഈ 25 ചക്കച്ചുളയുടെ വില. അപ്പോൾ നമ്മുടെ നാട്ടിലെ എന്തുമാത്രം ചക്കയാണ് വേസ്റ്റായി പോകുന്നതെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിൽ വിലയില്ലാത്ത പലതിനും പുറത്ത് ഭയങ്കര വിലയായിരിക്കും. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.